സ്തുതിയായിരിക്കട്ടെ. ഇന്ന് പ്രത്യേകിച്ച് തിരുസഭ വലിയൊരു വിശുദ്ധൻ്റെ തിരുനാൾ കൂടി ആഘോഷിക്കുകയാണ്. വിശുദ്ധ അന്തോണീസിൻ്റെ ജീവിതവും വചനത്തിനുള്ള സാക്ഷ്യവും ഒപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ ജീവിതവും വചനത്തോടുള്ള ആഭിമുഖ്യവും വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിലായാലും ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലായാലും ദൈവഹിതം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പരിശുദ്ധ അമ്മയുടെ ജീവിതം തന്നെ തെളിയിക്കുന്നു. ദാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവവചനം സ്വീകരിക്കുകയും ആ ദൈവവചനത്തെ യോഹന്നാന്റെ സുവിശേഷ ആദ്യത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന വചനം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. ആ വചനം തന്നെയാണ് പരിശുദ്ധ അമ്മ സ്വീകരിച്ചത് നമുക്ക് വേണ്ടി. അത് വചനം മാംസമായിക്കൊണ്ട് അത് ലോകത്തിൽ അവതീർണനാകുവാനും ഒപ്പം തന്നെ ലോകത്തിൻ്റെ രക്ഷയ്ക്കായിട്ട്, നമ്മുടെ എല്ലാം രക്ഷയ്ക്കായിട്ട് നമുക്ക് സഹോദരനും സഹോദരിയും ഒക്കെ എന്താണ് എന്ന് പറയുന്നുണ്ട്. യേശു പറയുന്നു, ആരാണ് എൻ്റെ സഹോദരനും സഹോദരിയും? ദൈവഹിതം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും. വിശുദ്ധ അന്തോണീസിൻ്റെ ജീവിതത്തിൽ നമുക്ക് അറിയാം, അദ്ദേഹത്തിൻ്റെ നാക്കും പിന്നെ വോക്കൽ കോഡും ഒക്കെ ഇപ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് അഴിഞ്ഞു പോകാത്ത അവസ്ഥയിൽ തന്നെയാണ്. എൻ്റെ കാരണം പറയുന്നത്, ദൈവവചനം മറ്റുള്ളവർക്ക് കൊടുക്കുവാനും ദൈവ വിചാരത്തിൽ ജീവിക്കുവാനും ദൈവവചനം പ്രഘോഷിക്കുവാനും തയ്യാറായപ്പോൾ അദ്ദേഹത്തിൻ്റെ നാവിനും അദ്ദേഹത്തിൻ്റെ വോക്കൽ കോഡും ഒക്കെ ദൈവം ഒരു അത്ഭുത പ്രതിഭാസമായിട്ട് നിലനിർത്തുവാനായിട്ട് ദൈവത്തിന് മനസ്സായി. പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ ഈ വചനം നമ്മൾ കൈയാളുന്നത്. പരിശുദ്ധ അമ്മ വചനം സ്വീകരിച്ചതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ആ വചനം മാംസമായിക്കൊണ്ട് ഈ ലോകത്തിൽ അവതീർണനായിക്കൊണ്ട് നമുക്ക് സുതാര്യനായി നമുക്ക് സ്പർശിക്കുവാനും നമുക്ക് വചനം പങ്കുവയ്ക്കുവാനും ഒക്കെ എന്നും പരിശുദ്ധ അമ്മ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം എപ്രകാരമുള്ളതാണ്? ദൈവവചനമാണ്. മറ്റുള്ളവർക്ക് ജീവൻ നൽകുന്ന, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള വചനങ്ങളാണ് നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്നത്. എപ്രകാരമാണ് ഈശോയെ സ്വീകരിക്കുക? ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയെ സ്വീകരിച്ച് അത് ആദ്യത്തെ സക്രാരിയായിട്ട് പരിശുദ്ധ അമ്മ മാറ്റിയത് നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ വാക്കുകൾ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പറയുന്ന വാക്കുകളൊക്കെ അർത്ഥവും ആഴവും ഒക്കെ ഉള്ളതാണ്. അവരുടെ വിനാശത്തിനും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വാക്കുകൾ പുറപ്പെടുവിക്കുവാനായിട്ട് നമ്മുടെ നാക്ക് ഉപയോഗിക്കുന്നു. നമുക്ക് പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ അന്തോണീസിൻ്റെയും നാമധേയത്വത്തിൽ മധ്യസ്ഥം തേടിക്കൊണ്ട് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെയും അങ്ങയുടെ വചനം പങ്കുവയ്ക്കുന്ന വ്യക്തികളാക്കി മാറ്റണമേ. ഞങ്ങളുടെ ജീവിതം വഴി വലിയ സാക്ഷ്യം നൽകുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം, ശക്തമായ മാധ്യസ്ഥം തേടിക്കൊണ്ട് ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം തേടിക്കൊണ്ട് നമുക്കും നമ്മുടെ കൂട്ടായ്മകളും ശക്തിപ്പെടുത്തുവാൻ പരിശുദ്ധ അമ്മയോടുള്ള മാധ്യസ്ഥം തേടിക്കൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളും അവിടുത്തെ മുമ്പിൽ, പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കാം. വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. അബ്ബാസിയെ അപേക്ഷിച്ച് മറ്റുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വിശുദ്ധ കുർബാനകൾക്കുള്ള സൗകര്യമുണ്ട്. ഇന്ന് ഇവിടെ അബ്ബാസിയിൽ രണ്ടാമത്തെ ബേസ്മെൻറ്റ് തുറന്ന് പ്രവർത്തിച്ചു തുടങ്ങിയതായിട്ട് നിങ്ങൾക്ക് അറിയാം. തീർച്ചയായിട്ടും ദൈവത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ആശ്രയിച്ചുകൊണ്ട് തന്നെയാണ് അതൊക്കെ തുറന്നിരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ കൂടി ആ നിയോഗം വെച്ച് ഇത്തരം ആവശ്യങ്ങൾ നമ്മൾ ഒരു സമൂഹമായിട്ട് പ്രാർത്ഥിക്കാൻ നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥവും
ഇന്നത്തെ തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥവും നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകുവാനും നമ്മുടെ എല്ലാ നിയോഗങ്ങളിലും ആവശ്യമായത് തമ്പുരാൻ നടത്തി തരുവാനുള്ള കൃപയും അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥന മംഗളങ്ങളും എല്ലാവർക്കും നേർന്നുകൊള്ളുകയും ചെയ്യുന്നു. ഈശോ മിശിഹായ്ക്ക് നമുക്കൊന്ന് ഈശോയെ സ്തുതിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.